ഇപ്പോൾ അഡ്വക്കേറ്റ് ആൻഡോ തോമസ് കൂടെ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കൂടെ ചേരുന്നുണ്ട്. ശ്രീ ആൻഡോ തോമസ്, വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവം തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്നത്. ഈ ബാർ അസോസിയേഷന്റെ പരിപാടിയിലേക്ക് SFI വിദ്യാർത്ഥികൾ എത്തുകയും അതിന് പിന്നാലെ സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഉണ്ടായത്. വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, എന്താണ് ശരിക്കും കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായത്? അതായത് ഇന്നലെ അസോസിയേഷന്റെ ആനുവൽ ഡേ മീറ്റിംഗ് ആയിരുന്നു. അതില് ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാ കൊല്ലവും മഹാരാഷ്ട്രയിലെ പിള്ളേർ വന്ന് ഫുഡ് കഴിക്കാറുള്ളതാണ്. ഈ കൊല്ലവും ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിനെ തടസ്സപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. വക്കീലന്മാർക്ക് പോലും ഫുഡ് കിട്ടാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടും ബാക്കിയുള്ള ഡാൻസ് ഇവന്റിന്റെ സമയത്ത് പിള്ളേര് അവിടെ വന്നിട്ട് ഡാൻസ് കളിച്ച് വനിതാ അഭിഭാഷകരോട് അപമര്യാദയെ പെരുമാറി. ആ പെരുമാറിയ പിള്ളേരെ അവിടുത്തെ ഭാരവാഹികള് പുറത്താക്കിയതിനു ശേഷം, പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം 25-30 പേരടങ്ങുന്ന ഒരു സംഘം കോടതി വളപ്പിലേക്ക് അതിക്രമിച്ചു കയറി, ബാർ അസോസിയേഷന്റെ കോമ്പൗണ്ടിൽ അതിക്രമിച്ചു കയറി അക്രമം അഴിച്ചുവിടുകയായിരുന്നു ചെയ്തത്. ഇതാണ് സംഭവം. ഈ SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉയരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്, മദ്യപിച്ച് അഭിഭാഷകർ ഈ മഹാരാജാസിലെ വിദ്യാർത്ഥിനികളോട് അപമര്യാദയായി പെരുമാറി, അതിന്റെ പേരിലാണ് ഈ തർക്കം ഉണ്ടായതെന്നുള്ളൊരു വാദം അത് ഈ SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടല്ലോ. അല്ല, SFI പ്രവർത്തകരുടെ വേർഷൻ നമുക്കറിയില്ല. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അസോസിയേഷന്റെ കോമ്പൗണ്ട് ഇവർക്ക് എന്താണ് കാര്യം? അസോസിയേഷന്റെ കോമ്പൗണ്ട്, എറണാകുളം ബാർ അസോസിയേഷന്റെ കോമ്പൗണ്ടിലോ അവരുടെ ആനുവൽ ഡേയിലോ കുട്ടികൾക്ക് എന്ത് കാര്യം? ഇതിന് അവരെ മറുപടി പറയാമെങ്കിൽ ബാക്കി കാര്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയാം. ഈ ബാർ അസോസിയേഷന്റെ ഭാഗത്തു നിന്നും മുന്നോട്ട് പോകുന്ന ഒരു നടപടികൾ അതൊക്കെ എങ്ങനെയാകും? കോടതി വളപ്പിൽ കയറി അതിക്രമം കാണിച്ചിരിക്കുന്നതാണ്. ബാർ അസോസിയേഷന്റെ മാത്രമല്ല, കോടതി വളപ്പിൽ കയറി അതിക്രമം കാണിച്ചവർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമല്ലേ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എതിരെ പരാതി നൽകിയിട്ടുണ്ടോ അസോസിയേഷൻ? അതായത് 10ഓളം അഭിഭാഷകർ ആശുപത്രിയിലുണ്ട്. അവരുടെയൊക്കെ ഇന്റിമേഷൻ ഓൾറെഡി പോയിട്ടുണ്ട്. ഇന്ന് അസോസിയേഷന്റെ ജനറൽ ബോഡി കൂടി അസോസിയേഷന്റെ കോമ്പൗണ്ടിൽ ക്രിമിനൽ ട്രസ്പാസ് നടത്തിയവർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് ജനറൽ ബോഡി തീരുമാനിക്കും. അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. തീർച്ചയായും ഈ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഇതുവരെയും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് എടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഇത്രയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്രയും സമയമായിട്ടും കേസ് എടുക്കാത്ത ഒരു സാഹചര്യം? അതെന്തുകൊണ്ടാണ്? പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടി അതെങ്ങനെയാണ്? അതിനെക്കുറിച്ച് എനിക്ക് ഇപ്പൊ ആധികാരികമായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്റിമേഷൻ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഇന്റിമേഷൻ പോയി അവർക്ക് കേസ് FIR ഇടാനായിട്ട് സമയം എടുക്കുമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം എടുക്കാൻ താമസിക്കുന്നത്. പക്ഷേ അസോസിയേഷൻ ഇതിനകത്ത് ചെയ്യാനുള്ളത്, അതായത് വ്യക്തിപരമായിട്ട് പരിക്കേറ്റിരിക്കുന്ന അഭിഭാഷകരുടെ ഇന്റിമേഷൻ പോയിട്ട് അതിനെതിരെ അവർക്ക് FIR ഇടാം. പക്ഷെ അസോസിയേഷന്റെ പ്രോപ്പർട്ടിയിൽ കയറി അതിക്രമം കാണിച്ച ക്രിമിനൽ ട്രസ്പാസ് ആണ് ചെയ്തിരിക്കുന്നത്. ആ ക്രിമിനൽ ട്രസ്പാസിനുള്ള നടപടി എന്ത് വേണമെന്നുള്ളത് ഇന്നത്തെ ജനറൽ ബോഡി തീരുമാനിക്കും. അതനുസരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും അസോസിയേഷൻ. തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ SFI മഹാരാജാസിലെ വിദ്യാർത്ഥികൾക്ക് ഈ ജില്ലാ കോടതി വളപ്പിൽ എന്ത് കാര്യം എന്നുള്ളത് പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. എന്നാൽ പോലും തുടർന്നുള്ള നടപടികൾ അതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാനായി ഉദ്ദേശിക്കുന്നത്? അല്ല, ഒന്നെങ്കിൽ നിയമപരമായിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അവരെ പോലെ നിയമം കയ്യിലെടുക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ അഭിഭാഷകരല്ലേ, ഞങ്ങൾക്ക് നിയമപരമായിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. അല്ലാതെ നിയമം കയ്യിലെടുത്ത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ അഭിഭാഷകർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അവരുടെയൊക്കെ ആരോഗ്യനില അതെങ്ങനെയാണ്? അത് ഒരാൾ ICUവിലാണ്. 4 പേര് ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ്. 4 പേർക്ക് തലയ്ക്ക് പൊട്ടലും കൈക്ക് പൊട്ടലും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അവരെ ഇന്നലെ ഡിസ്ചാർജ് ചെയ്തതെന്നുള്ളതാണ് എന്റെ അറിവ്. ഞാൻ വെളുപ്പിനെ 3 മണിക്കാണ് വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങിയത്. ഇന്നിപ്പോ തിരിച്ച് അസോസിയേഷനിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ടേ ബാക്കി ഡീറ്റെയിൽസ് എനിക്ക് കിട്ടുള്ളൂ. ഞാൻ ഏതായാലും വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന സാമ്പത്തികം ചെയ്തു കൊടുക്കുന്നുമുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.